ഓം മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃധോ പത്മാപുനർജന്മനാം ആത്മേത്യാത്മവിതാം ക്രതുശ്ച യജതാം ഭർത്താവരജ്യോതിഷം ലോകാനം പ്രളയോദയ സ്ഥിതിവിപുച്ചാനേകധായ ശ്രുതൗ വാചം നസ്തദധാതു നൈകകിരണത്രൈലോക്യ ദീപോ രവി. ഓം ആദിത്യായ നമഃ ആദിത്യായ നമഃ ആദിത്യായ നമഃ. നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒരു പുതുവർഷം മലയാളിക്ക് ആരംഭിക്കുകയാണ്. 1200 ആണ്ട് 1199 കർക്കിടക മാസം 32 2024 ആഗസ്റ്റ് 16 വെള്ളിയാഴ്ച രാത്രി 7:40 സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ചിങ്ങം മലയാളിക്ക് പുതുവർഷമാകുന്നു. വറുതിയുള്ള കർക്കിടകത്തിൽ നിന്നും ഒരു മോചനമാണ്, പ്രത്യാശയാകുന്നു സൂര്യൻ്റെ ചിങ്ങം രാശിയിലേക്കുള്ള പ്രവേശനം. ധാരാളം പ്രാധാന്യങ്ങൾ ചിങ്ങമാസത്തിനുണ്ട്. ഇത് കർഷക ദിനമായി ഇന്ന് കേരള സർക്കാർ ചിങ്ങം 1 വർഷങ്ങളായി ആചരിച്ചു വരുന്നു. ചിങ്ങം സമൃദ്ധിയുടെ പ്രത്യാശയുടെ മാസമാകുന്നു. ചിങ്ങമാസത്തിലെ വിശേഷ ദിനങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സുപരിചിതമാണ്. ചിങ്ങമാസത്തിലാണ് പൊന്നോണം, തിരുവോണം വരുന്നത്. ശ്രീകൃഷ്ണ ജയന്തി, അഷ്ടമി രോഹിണി വരുന്നത് ചിങ്ങമാസത്തിലാണ്. ശ്രീനാരായണ ഗുരു ജയന്തിയും ചട്ടമ്പിസ്വാമി ജയന്തിയും അയ്യങ്കാളി ജയന്തിയും വരുന്നത് ചിങ്ങമാസത്തിലാണ്. ധാരാളം പ്രത്യേകതകൾ ചിങ്ങമാസത്തിനുണ്ട്. കാരണം ചിങ്ങമാസത്തിലാണ് നാം കാർഷികമായ പ്രവൃത്തികൾ ആരംഭിച്ച് അത് മേടത്തിലേക്ക് വിഷുവെ ലക്ഷ്യമാക്കിക്കൊണ്ട് അതിൻ്റെ അനുഭവങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ഋതുക്കളിൽ വർഷ ഋതു ആണെങ്കിലും കർക്കിടക മാസത്തെ പോലെ ആ ഘോരമായ മഴയിൽ നിന്നും ചിങ്ങമാസത്തിന് മോചനം ലഭിക്കുന്നതായി നമുക്ക് കാണാം. ഇവിടെ ആദിത്യൻ ചിങ്ങമാസത്തിലേക്ക് പ്രവേശിക്കുന്ന സമയം നാം പറഞ്ഞു. ചിങ്ങം രാശിക്ക് ധാരാളം പ്രത്യേകതകൾ സൂര്യനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. കാരണം സൂര്യൻ്റെ സ്വക്ഷേത്രവും മൂലക്ഷേത്രവും ചിങ്ങം രാശിയാകുന്നു. സിംഹേ വിംശതിരാദിത എന്നാണ് സൂര്യൻ്റെ മൂലക്ഷേത്ര ബലം പറഞ്ഞിരിക്കുന്നത്. ചിങ്ങമാസം 20 വരെ സൂര്യന് ബലമുള്ള രാശിയാകുന്നു ചിങ്ങം രാശി. എന്തുകൊണ്ടാണ് സൂര്യന് ഇത്ര പ്രഭാവമെന്ന് നാം മനസ്സിലാക്കണം. നവഗ്രഹത്തിൽ ആത്മപ്രഭാവവും വ്യക്തിത്വവും പൗരുഷവും പിതാവിനെയും ശിവനെയും സൂചിപ്പിക്കുന്ന ഗ്രഹമാകുന്നു സൂര്യൻ. താതശ്ച ആത്മപ്രഭാവ, ഒരു വ്യക്തിയുടെ പ്രഭാവമാകുന്നു സൂര്യൻ. നമ്മുടെ ഓറയിൽ, ശരീരത്തിൻ്റെ ആധാരങ്ങളിൽ ആധാരെ പ്രഥമം സഹസ്രകിരണം, മൂലാധാരത്തെ പ്രതിനിധാനം ചെയ്യുന്നു. നിങ്ങളുടെ ബാലൻസിനെ പ്രതിനിധാനം ചെയ്യുന്നു സൂര്യൻ. ഭൂമിയുമായി ബന്ധപ്പെടുന്ന ഗുരുത്വാകർഷണത്തെ സൂര്യൻ പ്രതിനിധാനം ചെയ്യുന്നു. സൂര്യനാണ് സകല ചരാചരങ്ങൾക്കും പ്രകാശം കൊടുത്ത് ഈ ജീവജാലങ്ങളുടെ സന്തുലിതാവസ്ഥയെ നിലനിർത്തുന്നത്. സൂര്യനില്ലാത്ത ഒരു ദിനം ലോകർക്ക് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. സൂര്യനില്ലെങ്കിൽ സമസ്ത ജീവജാലങ്ങളും പ്രകൃതിയും ഒന്നും ഉണ്ടാവുകയില്ലെന്ന് നിങ്ങൾക്കറിയാം. ഇനി നമുക്ക് സൂര്യൻ്റെ കാരകധർമ്മം കൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തൻ്റെ ആത്മാവ്, പിതാവ്, രാജാവ്, രാജസേവ, ധൈര്യം, ശൗര്യം, ക്രൂരത, സദസ്സിൽ വിജയം, അധികാരത്തോടുള്ള ഭ്രമങ്ങൾ, ഉത്സാഹം, പ്രശസ്തി, ഔന്നത്യം, ആത്മികമായ കർമ്മങ്ങൾ, ഉയർന്ന ദേശങ്ങൾ, പർവ്വതം മുതലായ ഉയർന്ന ദേശങ്ങൾ, വനസഞ്ചാരങ്ങൾ, കൃഷി ചെയ്യുക, വാഹനങ്ങൾ, നാൽക്കാലികൾ, കഠിന വൃക്ഷങ്ങൾ, കൂവളം, ഹോമം, ശിവനുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ, മാനവ വിഭവശേഷി, നഖം, നമ്മുടെ ത്വക്ക്, ചർമ്മം, ചെമ്പ്, സ്വർണം, ഇതുമായി ബന്ധപ്പെടുന്ന വ്യാപാരങ്ങൾ, രത്നങ്ങളിൽ മാണിക്യം, ഋതുക്കളിൽ വസന്തർത്തു, ശാരീരികമായി ഹൃദയം, അസ്ഥി, ഉദരരോഗങ്ങൾ, നേത്രരോഗങ്ങൾ, പൈൽസ്, ധാന്യങ്ങളിൽ ഗോതമ്പ്, ഇതൊക്കെ സൂര്യനുമായി ബന്ധപ്പെടുന്ന
കാരക ധർമ്മങ്ങളാകുന്നു. ഇവിടെ സൂര്യൻ സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായി പ്രവേശിക്കുന്നു. നാം ഓരോ രാശിക്കാർക്കും ഈ സൂര്യൻ്റെ ചാരവശാലുള്ള മാറ്റങ്ങൾ എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വൃശ്ചികം രാശിക്കാരെ പറ്റിയാണ്. വൃശ്ചികം രാശി എന്നാൽ നിങ്ങൾക്കറിയാം, വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന രാശിയാകുന്നു വൃശ്ചികം രാശി. ഈ 12 രാശികളിലും ഇന്ന് വൃശ്ചികം രാശിക്കാർക്കാണ് ഏറ്റവും അധികം സൗഭാഗ്യം ചിങ്ങത്തിൽ വരുന്ന സൂര്യൻ പ്രദാനം ചെയ്യുക. കാരണം അവരുടെ കർമ്മമേഖലയിൽ ഒരു പുത്തൻ വസന്തം വരുന്നു. ഈ 30 ദിവസക്കാലം ഇവിടെ സൂര്യൻ കർമാധിപനായ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നു. 10ാം ഭാവത്തിൽ ദിഗ്ബലവാനാണ്. സൂര്യനും ചൊവ്വയും ഓരോ ഗ്രഹങ്ങൾക്ക് ഓരോ ഭാവത്തിലും ബലമാണ്. ശുക്രനും വ്യാഴവും 4ാം ഭാവത്തിൽ. അതിനാൽ ഈ സൂര്യൻ്റെ യോഗം കർമ്മമേഖലയിൽ ഒരു പ്രതീക്ഷയുടെ പുത്തൻ നാമ്പുകൾ തന്നെ വൃശ്ചികം രാശിക്കാർക്ക് ലഭിക്കുന്നതാണ്. പ്രായണ വൃശ്ചികം രാശിക്കാർക്ക് 7ൽ വ്യാഴമൊക്കെ നിൽക്കുന്നു. അതിനാൽ വളരെ അനുകൂലമായി 10ൽ നിൽക്കുന്ന സൂര്യൻ വളരെ ശുഭകരമായ ഫലങ്ങൾ പ്രദാനം ചെയ്യുകയാണ്. ശ്രമസിദ്ധിതോ രാജതുല്യോ നരസ്യ. തൻ്റെ എല്ലാ ശ്രമങ്ങൾക്കും യജ്ഞങ്ങൾക്കും പരിശ്രമങ്ങൾക്കും രാജതുല്യമായ ഒരു പരിസമാപ്തി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതിനാൽ ഒരു റോയലായ ഒരു ട്രീറ്റ്മെൻറ്റ് തൻ്റെ ജോലി സ്ഥലത്ത് തനിക്ക് ലഭിക്കുന്നു. അധികാരങ്ങൾ തനിക്ക് ലഭിക്കുന്നു. വളരെ അനുകൂലമാണ് വൃശ്ചികം രാശിക്കാർക്ക് ഈ ഒരു സമയം. ജനന്യാഹ യാതനാമാതനോതി. തൻ്റെ അമ്മയ്ക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നു. അതിനാൽ അമ്മയുടെ ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം. ക്ലമസ് സംഭവേത് വല്ലഭേർ വിപ്രയോഗ. ശാരീരികമായ ക്ഷീണങ്ങൾ അനുഭവപ്പെടുന്നു. വല്ലഭേഹി പ്രിയപ്പെട്ട ആളുകളിൽ നിന്നും വിപ്രയോഗ. വല്ലഭേഹി തൻ്റെ പ്രിയപ്പെട്ടവരിൽ നിന്നും അകന്നു നിൽക്കേണ്ടി വരുന്നു. അത് ഫാമിലി ലൈഫിലായാലും ശ്രദ്ധിക്കുക, മറ്റ് സൗഹൃദങ്ങളായാലും ശ്രദ്ധിക്കുക. ഇന്ന് സൂര്യൻ സംക്രമിച്ച് ചിങ്ങത്തിലേക്ക് വരുമ്പോൾ കുടുംബേ രതിർ ജായതേ തസ്യ തുച്ഛ എന്നൊരു ഫലം ഇവിടെയുണ്ട്. തൻ്റെ കുടുംബത്തിനോടുള്ള രതി താല്പര്യം വേണ്ട രീതിയിൽ പ്രകടിപ്പിക്കുവാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്നില്ല. അതിനാൽ പലപ്പോഴും ജോലിയിൽ മാറ്റങ്ങളാകാം, അമിതമായ ജോലി ഭാരമാകാം. അതുമല്ലെങ്കിൽ ശ്രദ്ധിക്കുക, ഫാമിലി ലൈഫിൽ അനാവശ്യമായ മാനസിക പിരിമുറുക്കങ്ങൾ, സംഘർഷങ്ങൾ വന്ന് ചിലപ്പോൾ അതൊരു പൊട്ടിത്തെറിയിലേക്ക് നയിക്കുന്ന സമയമായിരിക്കും. വളരെയധികം ശ്രദ്ധിക്കുക ആ ഒരു വിഷയം മാത്രം. മറ്റെല്ലാ കാര്യത്തിലും 10ാം ഭാവം ഊർജ്ജസ്വി ജനവല്ലഭോ ദശമകേ സൂര്യേ. ഊർജ്ജസ്വിയായി ജനങ്ങളുടെ പ്രിയപ്പെട്ട ആളായി മാറുമെന്നാണ്. പലപ്പോഴും പല രാഷ്ട്രീയ നേതാക്കൾക്കും MLA മാർ മന്ത്രിമാർക്കൊക്കെ ഈ പ്രകൃതിക്ഷോഭമുള്ള സമയത്തൊക്കെ പോയി തൻ്റെ പ്രഭാവം, ജനങ്ങളുമായുള്ള ആ അടുപ്പം, അതിലൂടെ വളരെയധികം ഖ്യാതി പ്രശസ്തി നേടുവാൻ സഹായിക്കും. തൻ്റെ വ്യക്തിത്വം, പ്രഭാവത്തെ പരിപൂർണമായി മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി കാണിച്ച് കയ്യടി വാങ്ങുവാനുള്ള സമയമാണ് വൃശ്ചികം രാശിക്കാർ. യത്കാര്യം ആരബ്ധമുപൈത്യനേന തസ്യൈവ സിദ്ധിം സുഖ ജീവനം ച കീർത്തിം പ്രതിഷ്ഠാം കുശലപ്രവൃത്തിം മാനോന്നതിം കർമ്മപതേ ദശായാം. ഉന്നതമായ അഭിമാനത്തെ ഉളവാക്കുന്നു, കീർത്തി ഉണ്ടാക്കുന്നു, ഒരു സ്ഥിരതയെ ഉണ്ടാക്കുന്നു, പ്രവൃത്തികളിൽ വളരെയധികം കുശലത പ്രകടിപ്പിക്കുന്നു. ഇതൊക്കെ ഫലദീപികയിൽ വളരെ സ്പഷ്ടമായി മന്ത്രേശ്വരൻ സൂചിപ്പിച്ചിട്ടുണ്ട്. 10ൽ ആദ്യത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും എന്തെന്ന്. അതിനാൽ ശിവക്ഷേത്രങ്ങളിൽ സന്ദർശിക്കുക, ശിവക്ഷേത്ര നിർമ്മാണവുമായി സഹകരിക്കുക. 10ാം ഭാവം കർമ്മമാകുന്നു, കർമ്മമേഖലയാകുന്നു. ശിവൻ്റെ കർമ്മങ്ങൾ, ശൈവമായ കാര്യങ്ങളിൽ ഇടപെടുക. അതിലൂടെ തനിക്ക് വളരെയധികം കീർത്തിയും മുദ്രയും ലഭിക്കേണ്ടുന്ന സമയമാകുന്നു. നന്ദി, നമസ്കാരം.